നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ദുബായ്. ഇപ്പോഴിതാ ദുബായിയുടെ കുതിപ്പിന് വേഗം കൂട്ടുന്ന തരത്തിലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. D33 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ റോഡ് മാപ്പ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവലോകനം ചെയ്തു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അടുത്ത 10 വർഷത്തെ സാമ്പത്തിക അജണ്ട നടപ്പിലാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. ആദ്യഘട്ടത്തിൽ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രി പ്ലാൻ ആരംഭിക്കാനാണ് പദ്ധതി. വിജയകരമായ സാമ്പത്തിക മാതൃക സ്ഥാപിക്കാനുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ദുബായിയുടെ വികസന യാത്രയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന D33 ദുബായ് സ്ഥാപിതമായി 200 വർഷം തികയുന്ന 2033 യാഥാർത്ഥ്യമാകുക. ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഏറ്റവും മികച്ച ജീവിത നിലവാരം നൽകാനും സഹായിക്കുന്ന ഒരു ആഗോള മാതൃകയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ വിശദീകരിച്ചു. അതുപോലെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് അതിന് ഊന്നൽ നൽകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ദുബായിൽ മദ്യത്തിന് ഏർപ്പെടുത്തിയിരുന്ന 30% നികുതി ഒഴിവാക്കിയിരുന്നു. വ്യക്തിഗത ആൽക്കഹോൾ ലൈസൻസിനുള്ള ഫീസാണ് മാരിടൈം ആൻഡ് മെർക്കന്റൈൽ ഇന്റർനാഷണൽ അഥവാ MMI ഇതാണ് പിൻവലിച്ചത്. പുതുവത്സര ദിനം മുതൽ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിലായിട്ടുണ്ട്. ദുബായിൽ മാത്രമാണ് മദ്യം വാങ്ങുന്നതിനുള്ള ലൈസൻസ് സൗജന്യമാക്കിയിട്ടുള്ളത്. മറ്റ് എമിറേറ്റുകൾക്ക് ഇത് ബാധകമായിരിക്കില്ല. നഗരത്തിലെ ലഹരി പാനീയങ്ങളുടെ വിൽപ്പനകൾക്ക് ഈടാക്കിയിരുന്ന 30% മുനിസിപ്പാലിറ്റി നികുതി നിർത്തലാക്കുമെന്ന മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം മുതൽ അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ മദ്യം ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂവെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സ്വകാര്യമായോ ലൈസൻസ് ഉള്ള പൊതുസ്ഥലങ്ങളിലോ മാത്രമേ മദ്യം കഴിക്കാൻ പാടുള്ളൂ. ദുബായിലെ മദ്യവിലയിലെ വലിയൊരു പങ്കും മുനിസിപ്പാലിറ്റി നികുതിയായിരുന്നു. ഇത് ഒഴിവാക്കിയതോടെ മദ്യത്തിന്റെ വില കുറയും. കുറഞ്ഞ വിലയ്ക്ക് മദ്യം വാങ്ങാൻ മറ്റു എമിറേറ്റുകളെയാണ് ദുബായിലുള്ളവർ ആശ്രയിച്ചിരുന്നത്. ഇതോടെ ദുബായിൽ മദ്യവിൽപ്പന വർദ്ധിക്കും. എന്നിരുന്നാലും ദുബായിലെ ബാറുകളിൽ ഒരു പൈന്റ് ബിയറിന് $10 വില. മറ്റ് പാനീയങ്ങളുടെ നിരക്ക് ഇതിലും ഉയർന്നതാണ്. മേഖലയിലെ മദ്യം വിളമ്പുന്ന സ്ഥാപനങ്ങളിൽ ഇത് വിലയിടിവിന് കാരണമാകുമോ അതോ ചില്ലറ വിൽപ്പനക്കാരിൽ നിന്ന് മദ്യം വാങ്ങുന്നവരെ മാത്രമാണോ പുതിയ തീരുമാനം ബാധിക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.